ഒരു വീട്ടിലെ RCCB അല്ലെങ്കിൽ ELCB ട്രിപ്പിംഗ് പരിഹരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ പലരും പല ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. മോട്ടറിന്റെ കണക്ഷൻ ഒന്ന് മാറ്റി നോക്കൂ, LED ഡ്രൈവ് മാറി നോക്കൂ എന്നൊക്കെ. എന്നാൽ RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹായ് നമസ്കാരം, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ്. ഈ വീടിന് അല്പം പഴക്കമൊക്കെ ഉണ്ടെങ്കിലും കുറെ നാളായിട്ട് ഇങ്ങനെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രീഷ്യന്മാർ ഈ ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് RCCB പുതിയത് വാങ്ങി വെച്ചു. എന്നിട്ടും ഈ ട്രിപ്പിങ്ങിന് ഒരു ശമനം ആകാത്തതുകൊണ്ടാണ് നമ്മളെ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പിംഗ് അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നമ്മളെ വിളിച്ചു, വളരെ വേഗം തന്നെ നമുക്ക് ഇവിടെ സർവീസ് കൊടുക്കാൻ കഴിഞ്ഞു. രാവിലെ 8:30 തന്നെ നമ്മൾ സൈറ്റിലെത്തി മെയിൻ സ്വിച്ചിന്റെ ഭാഗമൊക്കെ ശ്രദ്ധിച്ചു നോക്കി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. DB തുറന്നു നോക്കി. 3 ഫേസ് കണക്ഷൻ ആണെങ്കിലും ഒരു സിംഗിൾ ഫേസ് DBയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. RCCB ഒരു 6 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ RCCBയുടെ നിലവിലെ കണ്ടീഷനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ലോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ RCCBയുടെ വർക്കിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ 15 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ടും 37 മില്ലി സെക്കൻഡ് ട്രിപ്പിംഗ് ടൈമുമാണ് കാണിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള RCCBകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇതിപ്പോൾ വയറിംഗുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് വയറിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും RCCBയുടെ ട്രിപ്പിംഗ് കറണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് RCCB കംപ്ലൈന്റ് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ DBയിലേക്ക് എത്തുന്ന പവർ സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്തു. ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ RCCBയെ വയറിംഗിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട്ട് RCCB മാത്രമായിട്ട് അതിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 27 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ടും 25 മില്ലി സെക്കൻഡ് ട്രിപ്പിംഗ് ടൈമുമാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ RCCB വളരെ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ വയറിംഗിലാണ് പ്രശ്നമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ വയറിംഗിന്റെ മൊത്തത്തിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ്, ഏതൊക്കെ രീതിയിലാണ്, അതിന്റെ ആ ഒരു ഓർഡർ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ കംപ്ലൈന്റുകളെ നിങ്ങൾ വിവരിക്കുന്നത്. നമ്മൾ ഈ വയറിംഗിന്റെ മൊത്തം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ 0 ആയിട്ടാണ് കാണിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ മീറ്ററിൽ 0 കാണിച്ചു കഴിഞ്ഞാൽ 0.1 മെഗാ ഓമിനും വളരെ താഴെയാണ് നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാവും. വയറിംഗിന്റെ മറ്റു ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, പ്ലഗ് ചെയ്തിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള മാക്സിമം ഉപകരണങ്ങൾ നമ്മൾ വയറിംഗിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്തിടും. കാരണം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിങ്ങോ മറ്റോ കണക്ട് ചെയ്യാതെയൊക്കെ കിടക്കുന്ന ലൈറ്റ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ ടെസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ചുകളെല്ലാം ഓൺ ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ മൊത്തത്തിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒന്നുകൂടി നോക്കും. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 0 മെഗാ ഓം എന്നാണ്. അപ്പോൾ ഉറപ്പിക്കാം നമുക്ക് ഇലക്ട്രിക്കൽ വയറിംഗിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന്. പിന്നീട് നമ്മൾ ചെയ്യുന്ന DBയിലെ എല്ലാ സർക്യൂട്ടുകളെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ DBയിലേക്ക് വരുന്ന ഫേസുകളും ന്യൂട്രലുകളും മാസ്റ്റർ കൺട്രോളിങ്ങും ഇൻവെർട്ടർ സർക്യൂട്ടും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ സർക്യൂട്ടിലെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവ് തോന്നുന്ന എല്ലാ സർക്യൂട്ടുകളും നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്യുകയും ആ സർക്യൂട്ടുകളൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് കണ്ടെത്തുകയാണ് അടുത്ത പടി. ഇത്തരത്തിൽ നമ്മൾ ഫോൾട്ടുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സീരീസ് ടെസ്റ്റ് ലാമ്പും മൾട്ടിമീറ്ററുകളും നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്ററും അങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് ഉപകരണങ്ങളും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഫോൾട്ടുകൾ ഒരിക്കലും നമ്മൾ കണ്ണടച്ച് പോകരുത്. നിസ്സാരമായി കളയാൻ പറ്റുന്ന ചില ലീക്കേജുകളൊക്കെ നമുക്ക് ഉണ്ടാവും. എങ്കിലും നമ്മൾ പരമാവധി അതുകൂടി കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഭാവിയിൽ വയറിങ്ങിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ വരും. കിച്ചന്റെ ഭാഗത്തുള്ള വയറിംഗിൽ നമുക്ക് ഡാമേജ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സർക്യൂട്ടിലെ കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വർക്ക് ഏരിയ ഭാഗത്താണ്. അതുകൂടാതെ ടെറസിലേക്ക് വയറിൽ പോകാനുള്ള 2-വേ കൺട്രോളിലും നമുക്ക് അവിടുത്തെ പൈപ്പിനുള്ളിലെ വയറുകൾ ദ്രവിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഇത്തരത്തിൽ ഓരോ കംപ്ലൈന്റുകൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും അത് പരിഹരിച്ചതിന് ശേഷം DBയിലെ എല്ലാ സർക്യൂട്ടുകളും ഒന്നേന്ന് ടെസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ DBയിലെ എല്ലാ സർക്യൂട്ടുകളും എത്ര തവണ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് എല്ലാ സർക്യൂട്ടുകളുടെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വരെ ഈ ടെസ്റ്റുകൾ നമ്മൾ തുടരും. അതിന് സമയം നമുക്കൊരു തടസ്സമല്ല. നമ്മൾ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ അവസാനിക്കുന്നതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തിയതിൽ വർക്ക് ഏരിയയിലേക്ക് ചെയ്തിരിക്കുന്ന വയറിംഗ് മാറ്റി ചെയ്യേണ്ടതുണ്ട്. ഈ വർക്ക് ഏരിയക്കുള്ള ലൈറ്റിന്റെയും ഫാനിന്റെയും ഒക്കെ വയർ ഭിത്തിയിലൂടെ കട്ട് ചെയ്തിട്ട് വയർ ഉള്ളിൽ വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻസുലേഷൻ വാല്യൂ തീരെ കുറവാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ചെറിയ ഭാഗം വയറിംഗ് ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ചാനൽ വഴിയോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ടെറസിലേക്കുള്ള 2-വേ കൺട്രോൾ വയറിംഗ് ഡാമേജ് ആണ്. അപ്പോൾ അതിലെ വയർ മാറ്റുകയോ വയർ മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഓപ്പൺ വയറിംഗ് ചെയ്യേണ്ടതുമാണ്. ഇതെല്ലാം ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും ഇൻസുലേഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. അതിലൂടെ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അയൺ ബോക്സ് കംപ്ലൈന്റ് ആണെന്നും AC-യുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ താഴെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 0.9 മെഗാ ഓം ആണ് കിട്ടുന്നത്. മറ്റു ഉപകരണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ DB ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻസുലേഷൻ വാല്യൂ നോക്കുമ്പോൾ 4.6 മെഗാ ഓമും നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 0 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 4.6 മെഗാ ഓം ആണ് ഇൻസുലേഷൻ വാല്യൂ കിട്ടുന്നത്. വളരെ നല്ലൊരു വാല്യൂ ആണ്. ഇവിടുത്തെ ഒരു AC
സിയുടെ ഇൻസുലേഷൻ വാല്യൂ 0.9 ആണ്. നമുക്ക് ഒരിക്കലും ഈ വയറിംഗിൽ അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് നല്ല രീതിയിൽ സർവീസ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. ഒരു പക്ഷേ നമ്മൾ ഈ വയറിംഗിലേക്ക് അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ താഴ്ന്നു പോകും. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ കോഡ് വയറിനകത്ത് കംപ്ലൈന്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ കോഡ് വയറുകൾ വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇവിടുത്തെ RCCB ട്രിപ്പിംഗ് എന്ന പ്രശ്നം നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ ടെസ്റ്റുകളും നടത്തി ഇൻസുലേഷൻ വാല്യൂ കറക്റ്റ് ചെയ്ത് വയറിംഗിന്റെ ഭാഗമെല്ലാം കൃത്യമാക്കി ഒരു റീഫ്രഷ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യാണ്. ഈ വയറിംഗിനെ നമ്മളൊരു ഫ്രഷ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ പേര് മാത്യു ഫിലിപ്പ് എന്നാണ്. ഞാൻ NPP നഗറിലാണ്, പേരൂർക്കട. എൻ്റെ പ്രോബ്ലംസ് ഇലക്ട്രിക്കൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആകുക, വിത്ത് റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ട്രിപ്പാണ്. ഇലക്ട്രീഷ്യന്മാരെയൊക്കെ ട്രൈ ചെയ്തു, ഒരു പല എക്സ്പീരിയൻസ് നടത്തി. അങ്ങനെ ഞാൻ ബിജുവിനെ പരിചയപ്പെട്ടു. ഗൾഫിൽ നിന്ന് വന്നേ പിന്നെ ഇത്രയും ടെക്നിക്കൽ നോളജുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യത്തിൽ കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് കയ്യിലുണ്ട്. അതുകൊണ്ട് ഡയഗ്നോസ് വളരെ ഈസിയാണ്. പിന്നെ അത് പ്രൊഫഷണലി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ച് ഇലക്ട്രോണിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കെൽട്രോൺ, എറ്റിസലാട്ട് എന്നീ കമ്പനികളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്തായാലും വളരെ സാറ്റിസ്ഫൈഡ് വർക്ക് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. RCCB ട്രിപ്പിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിന് കാരണം എന്ന് പറയുന്നത് വയറിംഗ് ചെയ്യുന്ന രീതിയും അശ്രദ്ധമായിട്ടുള്ള വയറിംഗ് ഒക്കെ തന്നെയാണ്. ഒരു വയറിംഗോ അല്ലെങ്കിൽ വയറിംഗിലെ മെയിൻ്റെനൻസ് വർക്കുകളോ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കണം. അതെന്നാൽ കേരളത്തിലെ ഒരിടത്തും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ വയറിംഗിലെ കംപ്ലൈന്റുകൾ വളരെ കൂടുതലാണ്. ഒരു RCCB ട്രിപ്പിംഗ് സംഭവിക്കുന്നത് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നറിയാം. ഈ ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നത് വയറിംഗിന്റെ ഇൻസുലേഷൻ വാല്യൂ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു RCCB നമുക്ക് പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ RCCB നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആ വയറിംഗിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ വയറിംഗിലെ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കുന്നതിനും RCCB ടെസ്റ്റിംഗ് ചെയ്യുന്നതിനും RCCBയുടെ വർക്കിംഗ് പഠിക്കുന്നതിനെ പറ്റിയും RCCB ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഒരു ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു വയറിംഗിലെ കംപ്ലൈന്റ് കണ്ടുപിടിച്ച് ഏതൊക്കെ രീതിയിലാണ് ആ കംപ്ലൈന്റുകളിലേക്ക് എത്തിച്ചേരുന്നത്, അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ RCCB ട്രിപ്പിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 2 മാസം കൊണ്ട് നമ്മൾ 22 ക്ലാസ്സുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഒരു ക്ലാസിന്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ചോദിക്കും, RCCB ട്രിപ്പ് പരിഹരിക്കുന്നതിന് ഇത്രത്തോളം പഠിക്കാൻ എന്തിരിക്കുന്നു? പഠിക്കാൻ ഒരുപാടുണ്ട്. ആ പഠിക്കാൻ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ RCCB ട്രിപ്പിംഗ് പ്രശ്നമായിട്ടിരിക്കുന്നതും ഈ ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന കാര്യം ഒരു ഇലക്ട്രീഷ്യന്മാരും മുന്നിലേക്ക് വരാത്തതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റ് ഇലക്ട്രീഷ്യന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ ഒരു വാട്സ്ആപ്പ് ഉണ്ട്, 9645540075. ഈ ക്ലാസ്സുകൾക്ക് ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ RCCB ട്രിപ്പിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും BS ഇലക്ട്രിക്കൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനും ഇതേ നമ്പർ തന്നെയാണ് 9645540075. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതോടുകൂടി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ടിപ്സുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.